ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പല്ലിലെ കറയും പ്ലാക്കും നീക്കി പല്ലിന് നാച്ചുറലായിട്ടുള്ള തിളക്കവും കളറും നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഹോം റെമഡി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഇഞ്ചിയാണ് ആവശ്യം. ഇത്രയൊന്നും ഇഞ്ചി വേണ്ട, ചെറിയൊരു പീസ് ഇഞ്ചി മാത്രം മതി. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം ഇഞ്ചി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് ഒന്ന് വേർതിരിച്ചെടുക്കണം. ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് ഒന്ന് വേർതിരിച്ചെടുക്കാം. ഞാൻ ഇഞ്ചിയുടെ ജ്യൂസ് ഇവിടെ ഒരു ബൗളിലോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പേർക്ക് പല്ല് തേക്കാനുള്ള സൊല്യൂഷനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 പേർക്കാണെങ്കിൽ 1 സ്പൂണ് ഇഞ്ചിയുടെ നീര് മതിയാകും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജ്യൂസ് കൂടി ഇതിലോട്ട് 1 ടീസ്പൂണ് ജ്യൂസ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ഏത് ടൂത്ത് പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടൂത്ത് പേസ്റ്റ് ഒരു നേരം പല്ല് തേക്കാൻ ആവശ്യമുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 പേർക്കുള്ള സൊല്യൂഷൻ തയ്യാറാക്കിയത് കൊണ്ട് 2 പേർക്കുള്ള ടൂത്ത് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ആകാൻ കുറച്ച് ടൈം എടുക്കും ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഫ്ലൂറൈഡിൻ്റെ അംശം ധാരാളമുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ സൊല്യൂഷൻ തീരുന്നത് വരെ ഈ ബ്രഷിൽ ഈ സൊല്യൂഷൻ മുക്കിയതിന് ശേഷം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഒറ്റ യൂസിൽ തന്നെ പ്ലാക്കും നോർമലായിട്ടുള്ള കറകളെല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ പുകവലിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കെല്ലാം ഉണ്ടാകുന്ന പല്ലിലെ കറ ഒരാഴ്ച തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമേ മാറിക്കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.